ദളപതി വിജയുടെ ഗില്ലി 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്ത് കോടികൾ വാരിക്കഴിഞ്ഞു. ഇതോടൊപ്പം നമ്മുടെ തല അജിത്തിൻ്റെ 3 സിനിമകളും അദ്ദേഹത്തിൻ്റെ പിറന്നാളോടനുബന്ധിച്ച് വീണ്ടും റിലീസ് ചെയ്തിരുന്നു. ദീന, മങ്കാത്ത, ബില്ല എന്നീ 3 സിനിമകളും ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ദീന എന്ന സിനിമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അജിത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വാലിയുടെ സംവിധായകനും ഇന്നത്തെ സൂപ്പർ നടനുമായ എസ്.ജെ. സൂര്യയുടെ അസിസ്റ്റൻ്റായിരുന്നു A.R. മുരുകദാസ്. അങ്ങനെ എസ്.ജെ. സൂര്യയുടെ റെക്കമെൻഡേഷനിൽ A.R. മുരുകദാസിൻ്റെ ആദ്യ ചിത്രത്തിൽ അജിത്ത് നായകനായി. ആ ചിത്രമായിരുന്നു ദീന. ഈ ചിത്രത്തിൽ അജിത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ദീനദയാൽ അഥവാ ദീന, മറ്റൊരു പേരാണ് തല. അങ്ങനെ ഈ സിനിമയുടെ വിജയത്തിന് ശേഷം അജിത്ത് തല അജിത്തായി മാറി. ഈ സിനിമയിൽ അജിത്തിന്റെ ചേട്ടൻ കഥാപാത്രമായ ആദിയെ അവതരിപ്പിച്ചത് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ്. 1984 നിരപരാധി എന്ന തമിഴ് സിനിമയിൽ സുരേഷ് ഗോപി ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സൂപ്പർ സ്റ്റാർ ആയ ശേഷം തമിഴിൽ സുരേഷ് ഗോപിയുടെ ശക്തമായ അരങ്ങേറ്റമായിരുന്നു ദീന. തമിഴിലെ വിജയത്തിന് ശേഷം ദീന കന്നഡയിലേക്കും ദം എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. അജിത്തിന്റെ വേഷം അവതരിപ്പിച്ചത് കിച്ച സുദീപായിരുന്നു. ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയുടെ ഗാനങ്ങളെല്ലാം പണ്ട് തിയേറ്ററിലുണ്ടാക്കിയ അതേ ഓളം ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്തപ്പോഴും കാണാമായിരുന്നു. ദീനയിൽ അജിത്തിൻ്റെ ഒരു ആക്ഷൻ രംഗം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ ചേർന്ന് കുത്തിപ്പൊക്കിയെടുത്തു. അതിൽ അജിത്തിൻ്റെ അടുത്ത് തല്ല് വാങ്ങുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ നമ്മുടെ അൽഫോൺസ് പുത്രനാണെന്നായിരുന്നു അന്നത്തെ കണ്ടുപിടുത്തം. എന്നാൽ ഇത് അൽഫോൺസ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ആർക്കും ഇതുവരെ ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. 2001 പൊങ്കൽ റിലീസായി എത്തിയ ദീനയ്ക്ക് മത്സരമായി അന്ന് തിയേറ്ററിലുണ്ടായിരുന്നത് വിജയ് സൂര്യ കൂട്ടുകെട്ടിലെ ഫ്രണ്ട്സ് ആയിരുന്നു. ആദ്യ ദിനങ്ങളിൽ ദീനയ്ക്കായിരുന്നു കളക്ഷനെങ്കിലും ലോങ് റണ്ണിൽ ബോക്സ് ഓഫീസ് വിന്നറായത് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ദീന അന്നും ഇന്നും എന്നും ആഘോഷിക്കപ്പെടേണ്ട സിനിമയാണ്. അജിത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പിച്ച സിനിമയാണ്.